ബി ജയരാജ് എത്ര നാളിങ്ങനെ ഈ ഒളിച്ചുകളി തുടരും? കാരണം നാൾ വഴികളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, നമുക്കറിയാം ഈ SFIO അന്വേഷണം ആരംഭിച്ച സമയത്ത് കർണാടക ഹൈക്കോടതിയിൽ ഇതിനെതിരെ ഒരു പെറ്റീഷൻ നൽകുകയുണ്ടായി. അത് തള്ളുന്ന ഒരു കാഴ്ചയും കണ്ടതാണ്. അന്ന് ഉയർന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പിന്നീട് എന്തുകൊണ്ട് മറ്റ് നിയമ നടപടികളിലേക്ക്, അതായത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ അപ്പീലിലേക്ക് പോകുന്നില്ല എന്നുള്ളത്. കാരണം അവിടെ പോയാലും വിജയിക്കില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം എക്സാലോജിക് കമ്പനി വീണ വിജയന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവിടെ തീരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള അന്വേഷണം SFIO മുന്നോട്ട് പോകുമ്പോൾ, കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിനൊരു ഉത്തരം പറഞ്ഞല്ലേ മതിയാകുകയുള്ളൂ. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ന്യായീകരിക്കാൻ മഹാഭാരത കഥയും അശ്വത്ഥാമാവിൻ്റെ ആനയും ഒക്കെ പറയാം. അങ്ങനെ പണ്ട് ശിവശങ്കർ എഴുതിയ ആ ആത്മകഥയ്ക്ക് ശേഷമാണ് വലിയ സ്ഫോടനാത്മകമായ വിമർശനങ്ങളുമായി സ്വപ്നം എത്തിയത്. അതുകൊണ്ട് ഇനി തുടർന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് എത്താതെ ഇതിനെ എങ്ങനെ ന്യായീകരിക്കാം എന്ന് തന്നെ ആയിരിക്കുമോ പാർട്ടി നോക്കുന്നത്? ഇതിനകത്ത് SFI ആയിട്ട് ബന്ധപ്പെട്ട് SFIയുടെ ഓർഡറുകൾ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ട്. ആ കേസിൻ്റെ ജഡ്ജി മാറിപ്പോയത് കാരണം അത് കീഴിലുള്ള ബെഞ്ചിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് പുതിയ ജഡ്ജി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടികൾ അവിടെ തുടങ്ങുകയായി. അത് വേറൊരു വശത്ത് നടക്കുന്നുണ്ട്. ഈ SFIO ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ചിറ്റ്, ഇതിനകത്ത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നതിന് പ്രധാനമായിട്ട് ഒരു ഫ്രോഡുലൻ്റ് ആക്ട് കമ്പനികൾ തമ്മിൽ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഫ്രോഡുലൻ്റ് ആക്ട് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കുന്നതിനൊക്കെ ചൂണ്ടിക്കാണിക്കാനാവില്ല. ഇതിനകത്ത് ഒന്നുകിൽ എക്സാലോജി കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ആരെങ്കിലും ആരോപിക്കണം, അല്ലെങ്കിൽ CMRL കമ്പനിക്കാർ ആരെങ്കിലും ആരോപിക്കണം. ഇത് രണ്ടും ആരോപിക്കാതെ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രോഡ് നടത്തിയ പണം എന്തിനാണ് ഇൻകം ടാക്സ് അടച്ച് ഇത് ചെയ്യുന്നത്? അത് ആ ഫ്രോഡ് നടത്തിയതാണെങ്കിൽ പിന്നെ ഈ ഡയറിയിൽ എഴുതിയിട്ടുള്ള ഈ RCയും ORCയും പത്മജ വേണുഗോപാലിൻ്റെ PVയും ഒക്കെ എവിടെ പോയി? ഒരുപാട് പേരുടെ പേര് എഴുതിയിട്ടുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേര് എഴുതിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട്, പത്മജ വേണുഗോപാലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ ഡയറിയിൽ എഴുതി കുറിപ്പ് വെച്ചിട്ടുള്ള ആളുടെ അതല്ല ഞാൻ പറഞ്ഞത്. പിന്നീട് വേറൊരു കാര്യം, വലിയ കൊണ്ടുപിടിച്ച അന്വേഷണമായിട്ട് വന്നാണല്ലോ കൊടകര കുഴൽപ്പണ ഇടപാട്. അതെവിടെ ആവിയായിപ്പോയോ? അതാണ് ഞാൻ പറഞ്ഞത്. സെലക്റ്റീവായിട്ടാണ് കേസുകളെ കൈകാര്യം ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് 426 കേസ് രജിസ്റ്റർ ചെയ്തതിൽ 2 എണ്ണം മാത്രമാണ് ഇതുവരെ രക്ഷിച്ചിട്ടുള്ളത്, SFI അന്വേഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ കുറ്റനിരക്ക് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന നിരക്കൊക്കെ വളരെ കുറവാണ്. പിന്നെ അതിൻ്റെ കേന്ദ്ര ഏജൻസികളുടെ സാധ്യത, CBI ആണെങ്കിലും ശരി, ED ആണെങ്കിലും ശരി, മറ്റ് പല സ്ഥാപനങ്ങളായാലും ശരി, ഇത് ഭരണകക്ഷിയുടെ ചട്ടുകായ വർത്തിക്കുക എന്നുള്ള ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ് കാർത്തി ചിദംബരത്തിനെയും അല്ലെങ്കിൽ DK ശിവകുമാറിനെ പിടിക്കുന്നുണ്ട്, CBI മോശം. കേരളത്തിൽ വന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും എതിരെ ആരോപണം ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാളയാറിലെ കേസിൽ ഇടപെടുകയാണെങ്കിൽ അത് CBI മോശം. അവിടെയും അല്ല വേറെ ഏതെങ്കിലും കേസിൽ അവർക്ക് അനുകൂലമായ നടപടി എടുക്കുകയാണെങ്കിൽ നല്ലത് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഇപ്പം ഗോകുലം ഗോപാലിനെതിരെ കേസെടുത്തുണ്ട്, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, എമ്പുരാൻ എന്ന് പറഞ്ഞ കേസാണെന്ന് ഇയാൾ പറയുന്നു. ആരാണ്? പ്രതിപക്ഷ നേതാവ് പറയുന്നു. ആ സമയം ഇത്തരം കേസുകൾ രാഷ്ട്രീയ പ്രേരിതം. അതുകൊണ്ട് സെലക്റ്റീവായിട്ട് സാധാരണഗതിയിലുള്ള ഒരു ചെറിയ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി, അല്പലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള പ്രൊഫസർ AG ജോർജ് പറയുന്നതിനോട് അത്ര ഒരു പ്രാധാന്യം നമ്മൾ കൊടുത്തിരുന്നാൽ മതി. കുറച്ചുകൂടെയൊക്കെ സെൻസിബിളായിട്ട് എനിക്ക് തോന്നുന്നു പത്മനാഭൻ സാർ പറഞ്ഞ അഡ്വക്കേറ്റ് VP പത്മനാഭൻ പറയുണ്ടായി. അതിനകത്ത് കാമ്പുണ്ട്, ആ പറഞ്ഞ കാര്യങ്ങളിൽ കാമ്പുണ്ട്. അതിനകത്ത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. മറ്റേ പാണ്ഡ്യാല ഷാജി ആണെങ്കിൽ ഇത് നഖശികാന്തം, പിന്നെ ഇത് ലാസ്റ്റ് ആളാണ്, ഇത് എന്ന് പറയുന്ന കണക്കിൽ അപ്പോകാലിപ്സാണ്, എൻഡ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് ഇറ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാളായിട്ട് പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങേരുടെ സ്വാതന്ത്ര്യം, അത് അദ്ദേഹം നടത്തിക്കോട്ടെ, അതിന് അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം എന്തായാലും ഉണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളിൽ സുതാര്യമായ അന്വേഷണം നടക്കട്ടെന്നേ. കുറ്റക്കാരിയാണെങ്കിൽ പിടിച്ച് ജയിലിലിടട്ടെ, ശിക്ഷിക്കട്ടെ. ഇതിനെയൊന്നും ആരും ഡിഫെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ പ്രത്യേക ചില സീസണുകളിൽ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ലാവ്ലിൻ കേസ് പൊങ്ങി വരുന്നതാണ്, കൊല്ലം കൃത്യ ഇടവേളകളിൽ പൊങ്ങി വരുന്നതിനകത്ത് എനിക്കുള്ള സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഞാൻ ആരെയും ഡിഫെൻഡ് ചെയ്യാനൊന്നും വന്നിരുന്നതെന്നുമല്ല. പൊതുവേ നമ്മൾ നോക്കുന്നുണ്ട്, ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്, അത് ഞാൻ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഇവരെ സംരക്ഷിച്ചെടുക്കണമെന്നോ ഇതിനെ ചാരി വേറൊരാളിനെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മകളെ ഉപയോഗിച്ചെന്നുള്ളതിനാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്.
അല്ലാതെ ആരെയും വെള്ളം പൂശാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ല. അവർ കുറ്റക്കാരിയാണെങ്കിൽ അവർ അഴിമതി പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തിന് ടാക്സ് കൊടുക്കണം? അവർ ടാക്സ് കൊടുത്തിട്ട് കൈക്കൂലി മേടിച്ച് ഏതെങ്കിലും ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇൻകം ടാക്സ് കൊടുത്തിട്ട് കൈക്കൂലി മേടിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സേവനമില്ലാതെ എന്തിനാണെങ്കിൽ പിന്നെ ഇൻകം ടാക്സ് കൊടുത്ത് അല്ലാതെ കിക്ക് ബാക്സ് മേടിച്ചുകൂടെ? ഇവിടെ ആരെങ്കിലും വന്ന് പിടിക്കാൻ പോന്നോ? ഇങ്ങനെ കണക്കിൽപ്പെടുത്തി തന്നെ പണം വാങ്ങണം എന്നുണ്ടെങ്കിൽ അല്ല റെയ്ഡ് ചെയ്ത് പിടിക്കും. ഒന്നും ചെയ്യത്തില്ലല്ലോ, കേരളത്തിലല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരം ന്യായങ്ങളൊക്കെ ഫ്ലിംസി ഗ്രൗണ്ട്സ് ആണ്. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കൈമാറിയത്. അതുകൊണ്ട് അത് ഫ്ലിംസി ഗ്രൗണ്ട്സ് ആണ്. ഈ കൊടകര കുഴൽപ്പണ ഇടപാടൊക്കെ കൊടകര ഇതിനേക്കാളും കൂടുതലുള്ള കൊടകര കുഴൽപ്പണ ഇടപാടൊക്കെ അങ്ങ് ആവിയായി പോയില്ലേ? അതൊക്കെ വേപ്പറൈസ് ചെയ്ത് പോയില്ലേ? അതൊക്കെ വെറും മോഷണ കേസായിട്ട് മാറിയില്ലേ? അത് അന്വേഷിച്ചിട്ട് എന്തായി? ഫെറ വയലേഷൻ ഉണ്ടോ, ഫെമ വയലേഷൻ ഉണ്ടോ, വേറെ എന്തെല്ലാം വയലേഷൻ ഉണ്ടോ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിയിട്ട് വേണം സംസാരിക്കാൻ. ശരി. എന്തായാലും ഈ ആനുവൽ മെയിൻ്റനൻസ് സ്കീമിന്റെ അടിസ്ഥാനത്തിൽ 2.7 കോടിയൊക്കെ വീണ വിജയന് കൈമാറണമെങ്കിൽ അത് എന്തായാലും തുടരന്വേഷണത്തിൽ അത് വ്യക്തമാണ്. കോൺട്രാക്ട് സ്കീമല്ല, കോൺട്രാക്ട്. അതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും അവർക്ക് മറുപടി പറഞ്ഞല്ലേ മതിയാകുള്ളൂ. ഇപ്പോൾ തുടരുന്ന ഈ മൗനം അവസാനിക്കുമല്ലോ. അല്ലാതെ മണൽ മാറ്റി തോട്ടപ്പള്ളി സ്പിൽവേ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി ടൺ കണക്കിന് കരിമണൽ നീക്കം ചെയ്തതൊന്നും ഇതിൽ വരില്ല എന്ന് തന്നെ അപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം.